എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അഭിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ആകെപ്പാടെ തകർന്നിരിക്കുകയാണ് അഭിയും ജാനകിയും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ടും സൂര്യനാരായണന് ബോധം വരുവോ അല്ലെങ്കിൽ കണ്ണ് തുറക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഓർത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നീട് ഡോക്ടർ റൗണ്ട്സിന് വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് മടങ്ങാൻ നേരം അഭി പറഞ്ഞു, അല്ല ഡോക്ടറെ, എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കയറി കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. അവസാനം ഡോക്ടർ പറഞ്ഞു വരാൻ പറയണ. അങ്ങനെ അഭിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് അഭിക്കാണെങ്കിൽ സൂര്യനാരായണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് അഭി ഇങ്ങനെയൊക്കെ കാണുന്നത്. കാരണം ഇതിനു മുമ്പ് അച്ഛനിങ്ങനെ ഹോസ്പിറ്റലൊന്നും കിടന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചു നോക്ക്, കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ടെന്നൊന്ന് കണ്ടീഷൻ, ഒരു പക്ഷേങ്കിൽ വിളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അറിയായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി ഒന്ന് രണ്ട് വട്ടം വിളിച്ചു. ഒന്ന് രണ്ടും വട്ടം വിളിച്ചപ്പോൾ ഒരു മുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞു റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്ന് വട്ടം കൂടെ വിളിച്ചു നോക്കാൻ പറയാം. അങ്ങനെ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ കണ്ണു തുറന്ന് അഭിനെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛാന്നും വിളിച്ചോണ്ട് അഭി ആ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ചുറ്റും ഒന്ന് നോക്കി. പിന്നീട് ചോദിച്ചു, ഞാൻ മരിച്ചില്ലേന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി ഞെട്ടിപ്പോയി. അച്ഛൻ എന്തൊക്കെയാ പറയണേ, മരിക്കാനേ? അച്ഛൻ അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. എനിക്കറിയാന്ന് പറയണേ. കാരണം പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിരുന്നില്ല, അസ്പഷ്ടമായിട്ട് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. കാരണം മൊത്തമായിട്ടുള്ള വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അഭി പറഞ്ഞു, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളെല്ലാരും പുറത്തുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന് പറയാ. മോനെ അഭി, ഞാന് വേണ്ടച്ചാ, ഈ സമയം ഡോക്ടറിനെ അധികം സംസാരിപ്പിക്കണ്ടെന്ന് പറയണ. പിന്നീട് അഭിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അഭി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുക. ഈ കാഴ്ച കൊണ്ട് ജാനു ചോദിച്ചു, എന്താ അഭിയേട്ടാ, എന്താന്ന് ചോദിക്കണം. അച്ഛൻ കണ്ണു തുറന്നു, എന്നെ തിരിച്ചറിഞ്ഞെന്ന് പറയാ. ഇതിൽ പരം ഒരു സന്തോഷം ജാനയ്ക്കും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അച്ഛനോട് എങ്ങനെ പറയണേ? അച്ഛൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയണേ? എനിക്ക് അതൊന്നും പറയാൻ കഴിഞ്ഞില്ല, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെന്ന് പറയാ. ഇത് കേട്ടപ്പോ ജാനകി പറഞ്ഞു, വേണ്ട അഭിയേട്ടാ, ഇപ്പോഴൊന്നും പറയാൻ പോകണ്ട. പാവം, ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അച്ഛൻ്റെ ഉള്ളില് ഒരു പക്ഷേങ്കിൽ പല ചിന്തകളും കാണും. ഇതുവരെയായിട്ട് അമ്മയൊന്നും കാണാൻ പോലും വന്നില്ലോ. അഭി പറഞ്ഞു, ശരിയാ, ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇനി പല കാര്യങ്ങളും ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോടൊന്നും പറയാതെ പെട്ടെന്ന് കൊണ്ട് ഇറങ്ങി പോന്നേന്ന് പറയാ. എന്നാലും അമ്മയ്ക്കൊന്ന് കാണാൻ വരായിരുന്നു അച്ഛനെ, ഇതുവരെയായിട്ടൊന്നും കാണാൻ പോലും വന്നില്ലോ. അച്ഛൻ ഇത് ക്രിട്ടിക്കലാന്ന് പറഞ്ഞിട്ട് പോലും. ഇത് കേട്ടതും അഭി പറഞ്ഞു, അത് ശരിയാ. ജാനകി പറഞ്ഞു, ഇപ്പോഴല്ലേ ഓരോരുത്തരുടെ സ്വഭാവമൊക്കെ മനസ്സിലാവുന്നേ എന്ന് പറയാണ്. ഈ സമയം നിരഞ്ജനയ്ക്കാണെങ്കിൽ ആ പട വിഷമമായിരുന്നു അജയുടെ കാര്യം ഓർത്തിട്ട്. കാരണം അജയ്ക്ക് പണ്ടത്തെ സ്വഭാവമല്ല, അജയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. തന്നെ സ്നേഹിച്ചിരുന്നപ്പോഴത്തെ അജയ അല്ലെന്ന് മനസ്സിലായി. നിരഞ്ജന ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇന്ന് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നിരഞ്ജന എന്ത് ചെയ്യുവാണ്, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. നിരഞ്ജനയ്ക്ക് അറിയാം അജയ് വരാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് അഭയുടെയും ജാനകിയുടെ അടുത്ത് കുറെ സംസാരിച്ച് പിന്നീട് സൂര്യനാരായണനെ ഒന്ന് കയറി കണ്ടിട്ടാണ് അജയല്ല നിരഞ്ജന വീട്ടിലേക്ക് മടങ്ങി വരുന്നേ. നിരഞ്ജന വന്നു കഴിഞ്ഞിട്ട് നേരെ മുറിയിലേക്ക് ഇന്നിപ്പോ അജയ് കാണുന്നില്ല. ഒരു പക്ഷേ ഇനിയിപ്പോ അജയ് പുറത്തെങ്ങാനും പോയി കാണുമായിരിക്കും എന്നോർത്തുകൊണ്ട് നിരഞ്ജന എന്ത് ചെയ്യുവാണ്, നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ ലച്ചു അടുക്കളയിലുണ്ടായിരുന്നു. ലച്ചു അടുക്കളയിൽ ജോലിയിലായിരുന്നു. പിന്നീട് നിരഞ്ജന പറഞ്ഞു, അതെ അജയനെ കണ്ടോന്ന് ചോദിക്കുകയാണ്. അജയ് മുറിയിലില്ല, പുറത്തു പോയി കാണുമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലച്ചു ഒന്ന് നോക്കി. ലച്ചു നോക്കിയിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ അജയ് ചെറിയ പുറത്തു പോയിട്ടില്ലെന്ന് പറയണം. പുറത്തു പോയിട്ടില്ലേ? ഇല്ല, മുറിയിലുണ്ടെന്ന് പറയണം. മുറിയിലോ? അപ്പൊ മുറിയിലില്ല, ഞാനിപ്പോ മുറിയിൽ പോയി നോക്കിയിട്ട് വന്നാന്ന് പറയണം. മുറിയിലുണ്ട്, അവരെ അപർണേച്ചിയുടെ മുറിയിലുണ്ടെന്ന് പറയണം. കാരണം ലച്ചുവാണ് അവർക്ക് ചായ കൊണ്ടേ കൊടുത്തത്. ലച്ചുവിനോട് ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലച്ചു 2 ഗ്ലാസ് ചായ അവർക്ക് മുറിയിൽ കൊണ്ടേ കൊടുത്താണ്. അപ്പൊ ലച്ചുവിന്റെ കാര്യങ്ങൾ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല. താനില്ലാത്ത സമയത്ത് അജയ്ക്ക് അപർണയുടെ മുറിയിൽ കയറിയിരിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല അമ്മൽ അവിടെ ഇല്ലതാനും. അപ്പൊ അവർക്ക് ഇത്രമാത്രം ഡിസ്കസ് ചെയ്യാൻ എന്താ ഇരിക്കുന്നേ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ സമയം അജയ് അപർണയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അവര് സംസാരിച്ചുകൊണ്ടിരുന്ന റിസോർട്ടിനെ കുറിച്ചാണ്. എത്രയും പെട്ടെന്ന് തന്നെ റിസോർട്ട് എങ്ങനെയും വിൽക്കണം. ഇനിയിപ്പൊ അച്ഛന് വയ്യാതെ കിടപ്പിലായി പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പൊ അച്ഛന് ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ സ്വത്തുക്കളെല്ലാം വീതം വെക്കണം, അങ്ങനെ ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. അപ്പൊ അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അപർണ പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെങ്കിലുണ്ടല്ലോ നിരഞ്ജന നമ്മളോടൊപ്പം ഒരിക്കലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരഞ്ജന അമലും ഒക്കെ ഈ പറയുന്ന ജാനിയടുത്തേടും അഭിയേടനോടും ഒപ്പമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, അത് ശരിയാ, എനിക്ക് ചേരേണ്ടെന്ന ഒരു ഭാര്യ അല്ലായിരുന്നു ഒരിക്കലും നിരഞ്ജന. പക്ഷെ എനിക്ക് ചേരേണ്ട അപർണയെ പോലെ ഒരാളായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനായിട്ടെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തിരിയുമ്പോഴത്തേനും നിരഞ്ജന അങ്ങോട്ട് വന്ന് ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് നിരഞ്ജന നോക്കിയപ്പോൾ രണ്ടുപേരും ചായയെ കുടിച്ച് കഥയൊക്കെ അടച്ചിട്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക.
പെട്ടെന്ന് നിരഞ്ജന വന്നിട്ട് ചോദിച്ചു, അജയ് അജയ് എന്തായി മുറിയിലെന്ന് ചോദിക്കാം. എന്താ എനിക്ക് ഈ മുറിയിൽ ഇരുന്ന് കൂടെന്ന് ചോദിക്കാം. അജയ് ഇത് അമലിന്റെ അപർണയുടെ മുറിയാന്ന് പറയണം. അതിനെന്താ കുഴപ്പം? രാജി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് തമ്മിൽ ഇങ്ങനെ ഇത്രമാത്രം അടച്ചിരുന്ന് സംസാരിക്കാൻ എന്ത് വിഷയമുള്ളതെന്ന് ചോദിക്കാം. ഞങ്ങൾക്ക് പലതും കാണും എന്ന് അജയ് പറയാണ്. ഓഹോ അപ്പൊ അങ്ങനെയല്ലേ, അപ്പൊ ഞാൻ ആരാ അജയുടെ എന്ന് ചോദിക്കുക. നിനക്ക് എന്താ നിരഞ്ജന ഇപ്പൊ വേണ്ടേന്ന് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുമ്പ് ഞാൻ വാണിക്ക് തന്നാണ്. ഇത്ര വലിയ രഹസ്യങ്ങൾ പറയാനായിട്ട് നിനക്ക് എന്താ ഇത്രമാത്രം ഇരിക്കുന്നേ? എന്നാ പറ, ഞാനും കൂടെ കേൾക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അജയ് പറഞ്ഞു, നിരഞ്ജന പോന്നുണ്ടേ പോന്നിയ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട. ദേ ഞങ്ങൾ തമ്മിൽ പല രഹസ്യങ്ങളും കാണും, അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടെന്ന് നിരഞ്ജനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഓഹോ അപ്പൊ ഇതായിരുന്നില്ല അജയുടെ മനസ്സിലിരിപ്പ്. ഇങ്ങനെയാണ് പിന്നെ അജയ് എന്തിനാ അജയുടെ ജീവിതത്തിലേക്ക് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് വന്നേ? എന്നെ അന്നേ വിട്ടേക്കാൻ മേലായിരുന്നോ? വെറുതെ എന്റെ പുറകെ വരുന്ന കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. ഇത് കേട്ടതും അജയ്ക്ക് ദേഷ്യം വന്നു. അജയ് പറഞ്ഞു, ഞാനല്ലല്ലോ, നീ അല്ലേ എന്റെ പുറകെ വന്നേ, എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായിരുന്നു ചോദിക്കുക. ഇതിൽ പലൊരു അടി നിരഞ്ജനയ്ക്ക് കിട്ടാനില്ലായിരുന്നു. അപർണ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപർണയ്ക്ക് സന്തോഷമായി, അവൾക്ക് കിട്ടാനുള്ള കിട്ടിയെന്നുള്ള രീതിയിൽ. പക്ഷെ നിരഞ്ജനയുടെ മനസ്സ് ആകെപ്പാടെ വേദനയായി. കാരണം അപർണയുടെ മുന്നിൽ വെച്ചാൽ ഇങ്ങനെ പറയണേ, തന്നെ ചെറുതാക്കാൻ ഇതിന് പരം വേറൊന്നുമില്ല. എല്ലാവരുടെ മുന്നിൽ താൻ നാണം കിട്ട പോലെ നിരഞ്ജനയ്ക്ക് തോന്നുവാണ്. നിരഞ്ജന ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടെ പോന്നു. ഈ സമയം അജയ് പറഞ്ഞു, കണ്ടില്ലേ അവളുടെ സ്വഭാവം എങ്ങനെയാ? അവളുടെ വിചാരം എപ്പോഴും ഞാൻ അവളുടെ പുറകെ പ്രണയിച്ച് അവളെ കെട്ടിപ്പിടിച്ച് നടക്കണമെന്നാ. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ജീവിതമാകുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആകണ്ടെന്ന് ചോദിക്കുക. അപർണ പറഞ്ഞു, ഇനിയിപ്പോ അജയ് നിൽക്കേണ്ട ഇവിടെ, ഇനിയിപ്പോ അത് മതിയായിരിക്കും നിരഞ്ജനയ്ക്ക് അടുത്ത പ്രശ്നം ഉണ്ടാവാനെന്ന് പറയണം. അങ്ങനെ അജയ് നേരം മുറിയിലേക്ക് വരിക. ഈ സമയം നിരഞ്ജനയ്ക്ക് ആ പാടെ ഭ്രാന്ത് പിടിച്ച പോലെ തോന്നി. നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയ് താൻ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, തന്നെ ചതിക്കുവരുന്നുള്ള കാര്യം. നിരഞ്ജനയ്ക്ക് എന്തിനെന്ന് അറിയത്തില്ല. താനായിട്ട് എടുത്തു വെച്ച മരണമാണിത്. കാരണം അച്ഛനാകുന്നേ പറഞ്ഞ വേണ്ടാന്ന്, അവൻ ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അന്ന് അതൊന്നും കേട്ടില്ല. അജയനെ വിശ്വസിച്ചു. അതിനുള്ള ഇതാണ് ഇപ്പൊ തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. ഈ സമയം പൊന്നൂനാണ് ആകെപ്പാടെ വിഷമമായിരുന്നു. അച്ഛനും അമ്മ അവിടെ. അത് മാത്രമല്ല ഇപ്പൊ തന്നെയാണെങ്കിലും പൊന്നൂനാണെങ്കിൽ ആരുമില്ല. ആകെപ്പാടെയുള്ള ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ലച്ചുവാണ്. പോരാത്തൻ എന്ത് ചെയ്യാനാ? അവള് അപർണയാണെങ്കിൽ തരം കിട്ടുമ്പോൾ പൊന്നൂനെ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ തന്നെ പൊന്നൂന് നല്ല വിഷമാണ്. അതിനേക്കാളുപരി നിരഞ്ജനയ്ക്ക് വിഷമം എന്ന് പറഞ്ഞാൽ പൊന്നൂനെ ഒന്ന് അടുത്ത് കിട്ടുന്ന പോലില്ല. പൊന്നൂനെ അടുത്ത് കിട്ടാന്ന് പറഞ്ഞാൽ പൊന്നൂനെ ഒന്ന് സ്നേഹിക്കാന്ന് വെച്ച് കഴിയുമ്പോൾ അജയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. മുറിയിൽ കൊണ്ടുവന്ന് കിടത്താന്ന് വെച്ചാൽ അജയ്ക്ക് ദേഷ്യമാണ്. പക്ഷെ നിരഞ്ജനയ്ക്ക് ഉണ്ടായിരുന്നു പൊന്നൂനെ കൂടെ കിടത്തണമെന്നും ചോറ് ഫുഡ് വാരി കൊടുക്കണമെന്നും ഒക്കെ നിരഞ്ജനയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അജയ്ക്കാണെങ്കിൽ ദേഷ്യമാണ്. അബിയോടും ജാനകിയോടുള്ള ദേഷ്യം കുഞ്ഞിനോട് വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലച്ചു ഉള്ളതുകൊണ്ട് പൊന്നുവിന്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോകുന്നു. ലച്ചു കൃത്യസമയത്ത് ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ലച്ചുവിനോട് പൊന്നു പറഞ്ഞു, അതെ എനിക്ക് അച്ഛനെ കാണാൻ പോണെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലച്ചു പറഞ്ഞു, അത് പിന്നെ എങ്ങനെ പോണേന്ന് ചോദിക്കുക. എനിക്ക് പോകണം, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറയാം. അവസാനം ലച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മല് ചെറിയച്ഛൻ വരുമ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം കൊണ്ടാന്ന്. ഇത് കേട്ടതും പൊന്നു ശരിയെന്ന് പറയാണ്. പിന്നീട് അമല് വന്നു കഴിഞ്ഞപ്പോൾ ലച്ചു നീ പൊന്നുവിന് പോകേണ്ട കാര്യം എന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമല് പറഞ്ഞ് കാര്യം ചെയ്യാം, റെഡി ആയിട്ടിരിക്കുക, ഞാൻ കൊണ്ടാവാന്ന് പറയണം. അങ്ങനെ കൊണ്ടാനായിട്ട് പോകുന്ന സമയത്ത് പൊന്നു പറഞ്ഞു, അതെ ചെറിയച്ച എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയണം. ഇത് കേട്ടത് ഒരു നിമിഷം അമൽ അമ്പലന്ന് പോയി. പ്രാർത്ഥിക്കണമെന്ന്? അതെ അച്ഛന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയണം. പിന്നീട് അമല് പൊന്നുവിനെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാം. ആ കുഞ്ഞിനൊന്നും അറിയില്ല. എന്നാലും കുഞ്ഞുള്ളൊരുകി പ്രാർത്ഥിച്ചു, എൻ്റെ അച്ഛനൊരു ആപത്തും വരില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ വാങ്ങി അവർ നേരെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് സൂര്യനാരായണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നിന് ഭയങ്കര വിഷമമായി. പൊന്നു എന്ത് ചെയ്യാണ്, ക്ഷേത്രത്തിന് കിട്ടിയ പ്രസാദം നേരെ സൂര്യനാരായണന്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛനെ പെട്ടെന്ന് സുഖമാവട്ടോ എന്നൊക്കെ പറയണം. പൊന്നുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സൂര്യനാരായണന് വലിയ ആശ്വാസം തോന്നിയായിരുന്നു. കാരണം ആ വീട്ടിലായിരുന്ന സമയത്ത് പൊന്നു ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെല്ലും, ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പൊന്നുവിനാണെങ്കിൽ അച്ഛനെ എഴുന്നേക്കാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അച്ഛൻ എന്താ എഴുന്നേറ്റ് വാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, അച്ഛനെ എഴുന്നേറ്റ് വരാം, പൊന്നൂസ് ഇപ്പൊ പോയിക്കോ, അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് പൊന്നിനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൊന്നു ജാനകിയോട് പറഞ്ഞു, അതെ അച്ഛൻ എന്താ എന്നെ കണ്ട് എഴുന്നേക്കാത്ത, എന്നെ കെട്ടിപ്പിടിക്കാത്ത, എന്നെ എടുക്കാത്തെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ജാനകി പറഞ്ഞു, അത് പിന്നെ അച്ഛന് വയ്യാത്തോണ്ടല്ലേ മോളെ, അതെ വയ്യായിയൊക്കെ മാറി കഴിയുമ്പോൾ മോളെ എടുക്കുമെന്ന് പറയണം. ഇത് കേട്ടോണ്ടെന്ന് അബിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. എന്ത് പറയാനാന്ന് പറ, ഇനി ഒരിക്കലും എഴുന്നേക്കില്ലെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മനസ്സിൽ അത് വിഷമായി തീരും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് വെച്ചു. അങ്ങനെ കുറെ സമയം പൊന്നു അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോരുന്നത്. ഈ സമയം
തമ്പി ഒരു തീരുമാനം എടുത്തു. അയാളെ പോയി കാണണം, സൂര്യനാരായണനെ. ഇങ്ങനെ ആ കിടക്കുന്ന കിടപ്പൊന്ന് കാണണം. അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ സമയത്ത് വേണം അവന്റെ മുന്നിൽ പോയി നിൽക്കാൻ. പിന്നീട് സൂര്യനാരായണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. വന്നു കഴിയുമ്പോൾ അഭി ജാനകി അവിടെ ഉണ്ടായിരുന്നു. സൂര്യനാരായണനെ കണ്ടു കഴിഞ്ഞപ്പോ അഭിക്കും ജാനകിക്കും നല്ല ദേഷ്യം വന്നു. കാരണം ഇയാൾ ഒറ്റയൊരുത്തൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആ റിസോർട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കിയത് ഇയാൾ ഒറ്റയൊരുത്തനാ. അങ്ങനെ വന്നിട്ട് അയാൾ ചോദിച്ചു, അല്ല എന്തിയാ നിന്റെ അച്ഛൻ എന്തിയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, എന്തിനാ? അല്ല എനിക്ക് അതൊന്ന് കാണാൻ വേണ്ടിയാന്ന് പറയണേ. ഇത് കേട്ടത് അഭി പറഞ്ഞു, തൽക്കാലത്തേക്ക് അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാ. അതെന്താടാ അഭി നീ അങ്ങനെ പറയണേ? കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഒരു പക്ഷെ ഇനിയിപ്പം ഈ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ, തമ്പി കയറി ചെന്നിട്ടുണ്ടെങ്കിൽ സൂര്യനാരായണന്റെ മനസ്സിൽ എന്താന്ന് പറയാൻ പറ്റില്ല. ഇനിയും കൂടി ഒരു സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പം ജീവൻ തന്നെ പോയെന്നിരിക്കും. അതുകൊണ്ട് അകത്തേക്ക് കയറ്റി വിടാതിരിക്കുന്നത് നല്ലതെന്ന് അഭിക്കും ജാനകിക്കും തോന്നി. പെട്ടെന്ന് തമ്പി പറഞ്ഞു, എന്താ ഞാൻ കാണാൻ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കണം. അതെ, ഇഷ്ടപ്പെട്ടില്ല. ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റിവിടാൻ പോകുന്നില്ല. അച്ഛന് സ്ട്രോക്ക് വന്നിരിക്കുന്ന സമയം. ഇപ്പൊ ആരെയും കാണിക്കരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു, ഓ അത് നീയാണോ തീരുമാനിക്കുന്നേ? നിന്റെ മനസ്സിലിപ്പ് എനിക്കറിയാടാ. ഇപ്പൊ നിന്റെ അച്ഛനെ ശുശ്രൂഷിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇനി ഉള്ള സ്വത്തുക്കൾ മൊത്തം തട്ടിയെടുക്കാനല്ലേ? അല്ല ഇതൊക്കെ പറയാൻ നിനക്ക് എവിടെ നിന്ന് എത്ര വലിയ അവകാശം ഇരിക്കണേ? നീ ആ വീട്ടിലെ ആരടാ? നീ ഇപ്പൊ പറയുന്നുണ്ട് സൂര്യനാരായണന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാ നീന്ന്. ആർക്കറിയാം ഇതൊക്കെ സത്യമാണോ മിഥ്യയാണോന്ന്? അതോ ഇനിയിപ്പോ എവിടുന്നേലും നിന്നെ ദത്തെടുത്താണെന്നും പറയാൻ പറ്റില്ലെന്ന് പറയാ. അല്ല സൂര്യനാരായണന്റെ ആദ്യ ഭാര്യ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ? അവരെന്തിയെ? അവര് മരിച്ചുപോയോ അതോ ജീവനോടെ ഉണ്ടോ? പറയാൻ പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പത്തേനും അവരിങ്ങോട്ട് വരും. ഞാൻ സൂര്യനാരായണന്റെ ഭാര്യയായിരുന്നു പറഞ്ഞോണ്ട് ചിലപ്പോ നിന്റെ തള്ള മരിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയണം. അത്ര സമയം കേട്ടിരുന്ന അഭിക്ക് നിയന്ത്രണം വിട്ടു. അഭി എന്ന കോളർ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഇതൊരു ഹോസ്പിറ്റലാണ്. ആ ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. ഇത്ര സമയം ഞാൻ മിണ്ടായിരുന്ന എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണെന്നുള്ള മര്യാദ കാണിച്ച. പക്ഷെ ഇനി നിങ്ങളെ വെറുതെ വിടാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ കാരണം ഞാൻ അങ്ങോട്ട് അടിച്ചു പൊടിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ തമ്പി പറഞ്ഞു, അന്നെങ്കിൽ പൊട്ടിക്കടാ. ചോണയുണ്ട് പൊട്ടിക്കാൻ പറയണം. ഇത് കേട്ടതും അഭി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥലം കാലിയാക്കണം. പിന്നെ എന്റെ അച്ഛനെ കാണാന്നുള്ള വ്യാമോഹം ഒന്നും നിങ്ങളുടെ മനസ്സിൽ വേണ്ടാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തമ്പി പറഞ്ഞു, അതേടാ നിന്റെ അച്ഛനെ ഇനി അധികകാലമൊന്നും ജീവനോടെ ഉണ്ടാകത്തില്ല. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് വന്നേ. ഇങ്ങനെ ഈ കിടക്കുന്ന കിടപ്പ് എനിക്കൊന്ന് കാണണമായിരുന്നു പറയണം. പിന്നെ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ എന്റെ മോളെ കുറിച്ചൊക്കെ? എന്റെ മോളെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് തമ്പി പച്ചയ്ക്ക് എന്ന് വിളിച്ചു പറയണം. ഇത് കേട്ടപ്പോ ഇനിയിപ്പം ജാനകി അഭിനയം നോക്കണം. ആ ജാനകിക്ക് നേരത്തെ തോന്നിയ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അപർണ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പിന്നീട് തമ്പിയുടെ കോളർന്ന് കുത്തിപ്പിടിച്ചിട്ട് അഭി പറഞ്ഞു, ഇതേ ഒരവസരം നിനക്ക് തരുമോ പോവാനായിട്ട്? ഇനി ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഒരു പച്ചയ്ക്ക് ഞാൻ കത്തിക്കുമെന്ന് പറയണം. പെട്ടെന്ന് ജാനകി കയറി പിടിച്ചിട്ട് അഭിയേട്ട വേണ്ട വിട്ടേക്കാൻ പറയണം. അങ്ങനെ അവസാനം പിടിപിടിക്കുകയാണ്. വിട്ടു കഴിഞ്ഞിട്ട് തമ്പീനെ പിടിച്ച് തള്ളിയിട്ട് പറഞ്ഞു, കടന്നു പോടാ ഇവിടുന്ന്. നിന്റെ നിഴൽവേട്ടം പോലും ഇവിടെ കണ്ടുപോയേക്കല്ലെന്ന് പറയണം. അങ്ങനെ തമ്പീനെ അവിടെ നാണം കെടുത്തി വിടുവാണ്. തമ്പി പോയി കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ആ സമയം ജാനകി പോയി ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ അഭിയേട്ട, സാരമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അച്ഛനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. അച്ഛൻ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ മതിയായിരുന്നു. ആ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ ജാനകി പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല പ്രഭാവതിയുടെ ക്രൂരത. ഇത്രയായിട്ടും പ്രഭാവതി ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും കൂട്ടാക്കില്ല. പ്രഭാവതിയുടെ മനസ്സിൽ ഇപ്പോഴും സൂര്യനാരായണൻ കള്ളത്തരം കാണിക്കുന്നതെന്നാ. പക്ഷെ പ്രഭാവതിനെ അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അജയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്. ഉറപ്പായിട്ടും അവർക്കിടെ നല്ല പണി തന്നെ കിട്ടും. ഇത്ര നാളും പൊന്നുപോലെ കൊണ്ടുവരുന്ന ഭർത്താവിന് ഒരു നിമിഷം കൊണ്ടാണ് സ്വത്തിന് വേണ്ടിയിട്ട് അവൾ ഉപേക്ഷിച്ചിരിക്കുന്നത് പ്രഭാവതി. പക്ഷെ പ്രഭാവതി തിരിച്ചറിയും ഇനിയിപ്പൊ അജയ് ആരാ എന്താന്നുള്ള ആ സത്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.